ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ ഏറെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിസൾട്ടാണ് തമിഴ്നാട്ടിലും ബംഗാളിലും കേരളത്തിലും പുതുച്ചേരിയിലും അസമിലൊക്കെ വന്നത്. ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ റിസർച്ച് ഏജൻസി അവരുടെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ട സമയത്ത് ഈ 5 സംസ്ഥാനങ്ങളിലെയും കൃത്യമായിട്ടുള്ള റിസൾട്ടുകളാണ് അവർ പുറത്തുവിട്ടത്. മറ്റൊരു ഏജൻസിക്ക് ആ രീതിയിലുള്ള ഒരു റിസൾട്ട് പുറത്തുവിടാൻ കഴിഞ്ഞില്ല. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ വിജയ് ഒന്നാമതെത്തും, അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞത് ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ ഏജൻസി മാത്രമേ ഉള്ളൂ. ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഏജൻസി ഇന്ന് ഇന്ത്യയിൽ BJPയോടൊപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഏജൻസിയാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ആക്സിസ് മൈ ഇന്ത്യക്ക് മാത്രം ഈ തരത്തിലുള്ള, ഉദാഹരണത്തിന് കേരളത്തിൽ 90 സീറ്റ് വരെ കോൺഗ്രസ് നേടും, മറ്റൊരു ഏജൻസികളും പറഞ്ഞത് 70 സീറ്റ് മിനിമം കോൺഗ്രസ് നേടും, ഒരു 80 വരെ നേടും എന്നുള്ളതാണ്. പക്ഷെ 90 അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ഏജൻസി ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ്. അതോടൊപ്പം തന്നെ അസമിൽ BJP തന്നെ തുടർ ഭരണം നടത്തും, കോൺഗ്രസ് അധികാരത്തിലേക്ക് വരില്ല എന്ന് ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞു. കൃത്യമായത് സംഭവിച്ചു. അതോടൊപ്പം തന്നെ പുതുച്ചേരിയിലും അങ്ങനെ തന്നെ. ബംഗാളിൽ അവർ ആദ്യഘട്ടത്തിൽ അവർ പുറത്തു പറയാൻ തയ്യാറായില്ല. പക്ഷേ എങ്കിലും BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 1-2 ഏജൻസികൾ പറഞ്ഞത് ബംഗാളിൽ അട്ടിമറി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബംഗാളിൽ മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ തോറ്റ് BJP അധികാരത്തിലേക്ക് എത്തി. തമിഴ്നാട്ടിൽ കുളത്തൂർ മണ്ഡലത്തിൽ സ്റ്റാലിൻ, അദ്ദേഹത്തിനെതിരായിട്ട് ഏകദേശം 80,000 വോട്ടുകളാണ് മറിഞ്ഞത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായിട്ട്. ഭവാനിപൂരിൽ മമതാ ബാനർജി തോറ്റതിന് 1 ലക്ഷത്തിന് പുറത്തുള്ള വോട്ടുകൾ മറിഞ്ഞിട്ടാണ് പരാജയപ്പെട്ടത്. ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെ എന്ത് സംഭവിക്കുന്നു എന്ന് നാളെ നമുക്ക് ആർക്കും അറിയില്ല. കേരളത്തിൽ പോലും ഞാൻ പ്രകടിപ്പിക്കുന്ന സംശയം എന്ന് പറയുന്നത്, ഇലക്ഷൻ ഡേയുടെ അന്ന് പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന സമയത്ത് ഈ 2 മുന്നണികളും തുല്യമായിരുന്നു. LDF ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ലീഡ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ EVM-ലേക്ക് മാറി തുടങ്ങിയപ്പോൾ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് പൂർണ്ണമായിട്ടും, അതായത് ഓരോ മണ്ഡലത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കോട്ടകളിൽ പോലും വോട്ടുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്, പെർസെന്റേജിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആക്സിസ് മൈ ഇന്ത്യ പോലുള്ള ഒരു BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഏജൻസിക്ക് മാത്രം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ പറയുന്ന റിസൾട്ട് ശരിയാകുന്നു. എന്ത് സംഭവിക്കുന്നു, എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ളത് ജനാധിപത്യ വിശ്വാസികളെ മുന്നിലേക്കിറങ്ങി ഈ നാട്ടിൽ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നാളെ ഇതിനൊക്കെ ഒരു ഫലമുണ്ടാകൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.